എല്ലാവർക്കും ജാസ് ഫാമിലി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മട്ടന്നൂർ മെട്രോ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഡ്രീം ഗാർഡൻ ആൻഡ് പെറ്റ്സ് എന്ന് പറയുന്ന ഒരു പെറ്റ് സ്റ്റേഷനെ കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക എന്നൊക്കെ. അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ, പിന്നെ പെറ്റ്സ്, നമ്മൾ വളർത്തുന്ന ഏത് പെറ്റ്സും, അത് സ്നേക്ക് വരെ ഉണ്ട് അവിടെ. അപ്പം നമുക്ക് മട്ടന്നൂരുള്ള ഡ്രീം ഗാർഡൻ ആൻഡ് പെറ്റ്സിന്റെ ഒരു പെറ്റ് സ്റ്റേഷനാണ്. നമുക്കെന്നാ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറി. ഞങ്ങളെത്തിയ സമയം ഒരിത്തിരി മോശമായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ അവിടെ കടയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒക്കെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്കിവിടെ ഇടയ്ക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിലൊക്കെ പോയ അനുഭൂതിയാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ മെയിനായിട്ട് കാണാൻ പറ്റിയത് അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ആശൂട്ടന് കുറേ നാളായി പറയുന്നത് ഒരു ഫൈറ്ററിനെ വാങ്ങിത്താ ഉപ്പാന്ന്. അപ്പോൾ അവനത് അത്രയും ആഗ്രഹം പറഞ്ഞുകൊണ്ട് അവനൊരു ഫൈറ്റർ വാങ്ങാലോ എന്ന് ചോദിച്ചിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം. ഫൈറ്ററിൻ്റെ വീഡിയോ ഞങ്ങൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യക്കുട്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ 1-2 ആൾക്കാരെ അതാ ഈ കാണുന്നവന് മനസ്സിലായോ, ഇതാണ് നമ്മളെ മൈസ്, അതായത് ഒരു എലിക്കുട്ടീൻ്റെ ടൈപ്പാണ്. കാരണം എലിയുടെ വർഗത്തിൽപ്പെട്ട നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. അവൻ്റെ അടുത്ത കൂട്ടിൽ കാണുന്ന ഒരാളെ കണ്ടോ, ഇത് അത് തന്നെ നമ്മളെ മുള്ളംപന്നി ടൈപ്പുള്ള, നമ്മളെ അതിന്റെ പേരെന്താ അറിയോ, ഹെഡ് ജോഗ്. പേര് കേട്ടാരും പേടിക്കും. പിന്നെ ഈ നീന്തി കളിക്കുന്ന മുതലിന്റെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അതിനെ നമ്മളൊരു മീൻ അങ്ങനെ സങ്കല്പിച്ചങ്ങ് വിടാം അല്ലേ. പിന്നെ ഒരു ക്യൂട്ട് ഹാംസ്റ്റർ കുട്ടനും. ഇങ്ങനത്തെ മീനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ഫൈറ്ററിനാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്നേക്ക് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ട് നല്ല ആകാംക്ഷയോടെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വീണ്ടും വന്നത്. അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അവർ ഉഷാറായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. പിന്നെ ക്യാറ്റിൻ്റെ ഫുഡ്, ഫിഷ് ഫുഡ്, പിന്നെ ഡോഗിൻ്റെ എല്ലാ പെറ്റ്സ്, നമുക്ക് എന്തൊക്കെ പെറ്റ്സ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട്. ഡോഗിൻ്റെ ചെയിന്, ചങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ അടിപൊളി മഞ്ചം വരെ ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ കടയുടെ പുറത്ത് നല്ലൊരു ചെറിയൊരു ഗാർഡൻ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് അല്ലൂസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം.